അപ്പോൾ ഇന്ന് ഞാനിവിടെ ഹാർട്ടിൻ്റെ മോൾഡില്ലാതെ ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 10 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്കിലാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ. അപ്പോൾ ഇതിന് ശേഷം ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സൈഡിൽ രണ്ട് വശം അടയാളപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെടുത്ത് ഈ ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ കുറച്ച് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ കേക്ക് അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്ത പീസിൻ്റെ തുടക്കമില്ലേ, ആ ഒരു സ്ഥലത്ത് വേണം ഈ പീസിൻ്റെ എൻഡ് വന്ന് നിൽക്കാനായിട്ട്. അതുപോലെ വെച്ച് ഫിക്സ് ചെയ്ത് നമ്മളിതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു കുഴി വിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഹാർട്ട് കറക്റ്റ് ഷേപ്പിന് വരുള്ളൂ. എന്നിട്ട് ഇതേ ബാക്കിയൊക്കെ ക്രം കോട്ട് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കി പണി. അരമണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇത് പക്കാ ഒരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ തന്ന ഡിസൈൻ അതുപോലെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റ് കളർ ക്രീമിൽ തന്നെ ഞാനിത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ. സ്ക്വയർ ബേസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫിനിഷ് ചെയ്ത് കേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതുപോലെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിറ്റേന്നാണ് കേട്ടോ ഒരു ഓവർനൈറ്റ് കേക്ക് ഫ്രിഡ്ജിലിരുന്ന ശേഷം ഇതുപോലെ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷാണ് എടുത്തിട്ടുള്ളത്. 3:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കേട്ടോ ഞാൻ ഈ ഗണാഷ് എടുത്തിട്ടുള്ളത്. അതൊന്ന് എടുത്തിട്ട് നമ്മൾ അത്ര തിക്നെസ്സിൽ ഇതിന് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിച്ചിറങ്ങുന്നില്ല, കറക്റ്റ് ആ ടോപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൂടി ലൂസായിട്ട് ചോക്ലേറ്റ് ഗണാഷ് എടുത്ത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി നമ്മളിതിൽ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കേക്കിൻ്റെ ചുറ്റിനും നമ്മൾ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഡ്രിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡ്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ എടുത്ത് വെളിയിൽ വെച്ചേക്കുവാണെങ്കിൽ ഡ്രിപ്പ് ഒലിച്ചിറങ്ങി കേക്ക് ആകെ കുളമാവുകയെ. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് തിക്കായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അതിനുശേഷം ഒരു നോസിലോട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയാണ് കേട്ടോ ഈ ഡെക്കറേഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഇപ്പുറത്തെ വശത്തും ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്, താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫോണ്ടൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹേർട്ട്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. നൈം വെച്ചിരിക്കുന്ന ഫോണ്ടനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഫ്രെയിം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.